ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. ബിനിലാണ് വിവരങ്ങൾ. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കണ്ണൻ്റെ സ്വന്തം രാധ, നമ്മുടെ ജസ്ന സലീം. ഈ ഫോട്ടോ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവമേ, ഇത്രയും ഭക്തിയുള്ള ഒരു കൊച്ചല്ലേ. ലക്ഷോപലക്ഷം ആൾക്കാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ദൈവത്തെ പറ്റിക്കാനായിട്ട് പറ്റത്തില്ല മോളെ. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം കോടതി ഉത്തരവായിട്ട് വന്നിരിക്കുന്നത്. താങ്കൾ ശ്രീകൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നത് കൊണ്ടോ അതുകൊണ്ട് ബിസിനസ് നടത്തുന്നത് കൊണ്ടോ ആർക്കും യാതൊരു എതിർപ്പുമില്ല. അത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ അറിയാവുന്ന ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് നിങ്ങളെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മോദിക്ക് കൊണ്ട് ആ പടം കൊടുത്തു, അതിൽ നിന്ന് നിങ്ങൾക്ക് പബ്ലിസിറ്റി ഉണ്ടായി. സുരേഷ് ഗോപിക്ക് കൊടുത്തു, അതുപോലെ തന്നെ അമ്പലങ്ങളെ കൊണ്ട് നിങ്ങൾ വരച്ച പടം കൊടുത്തു. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷേ ആ കേക്ക് മുറിച്ചതിൻ്റെ പേരിൽ, നിങ്ങളുടെ പേരിൽ ഒന്നാമത് ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു അപവാദം നിങ്ങളുടെ പേരിലുണ്ട്. അതിൻ്റെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ കേക്ക് മുറിച്ചതിൻ്റെ പേരിൽ കോടതിയിൽ നിന്ന് നിങ്ങൾക്കൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു, ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കരുതെന്നും പറഞ്ഞു. അന്നേരം വീണ്ടും പിന്നെയും നിങ്ങൾ ഈ അമ്പലത്തിൽ പോയി മാലയിട്ട് പിന്നെയും വിവാദങ്ങൾ വലിച്ചു നിങ്ങളുടെ തലയിലേക്ക് വെക്കുകയല്ലായിരുന്നോ നിങ്ങൾ ചെയ്തത്? അത് കാരണം എത്ര ഭക്തജനങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയാവോ? ഈ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഒരു റീൽസിന് വേണ്ടി ഒരു ചെറിയ വീഡിയോ ഒക്കെ പിടിച്ച് ഭക്തിഗാനമൊക്കെ ഇട്ട് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെയൊക്കെ എല്ലാവർക്കുമാണ് പണി കിട്ടിയിരിക്കുന്നത്, നീ ഒരാൾ കാരണം. നീ നിൻ്റെ ബിസിനസ് ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ബിസിനസ്സായിട്ട് നിനക്ക് മുന്നോട്ട് പോകാനല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ പോയി റീൽസ് ഇടുക, ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക, ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ? കോടതിക്കൊക്കെ പുല്ല് വിലയല്ലേ കിടക്കുന്നത്. ഓരോ വിശ്വാസവും ഓരോ മതത്തിനും അതിൻ്റേതായ വിശ്വാസങ്ങളും വിശ്വാസ മൂല്യങ്ങളും ഉണ്ട്. അതനുസരിച്ചാണ് ആ മതത്തിലുള്ളവർ ജീവിക്കുന്നത്. അത് വല്ലതും അറിയാവോ നിനക്ക്? നീ മുസ്ലിങ്ങളെ കുറ്റം പറയുക, മുസ്ലിങ്ങൾ പണ്ട് ഇങ്ങനെ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയും എന്നിട്ട് ഹിന്ദു, അതായത് കൃഷ്ണൻ്റെ പടം വരയ്ക്കുക, അമ്പലത്തിൽ പോവുക. ഇതിൽ നിന്ന് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ടും മതങ്ങളെയും തമ്മിലടിപ്പിക്കാനല്ലേ നോക്കുന്നത്? മതസ്പർദ്ധ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ ആ മതത്തിൽ നിനക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നീ കംപ്ലൈൻറ്റ് കൊടുക്കുക. അതിൻ്റെ നിയമവശങ്ങൾ തേടിപ്പോയി അതിനൊരു തീർപ്പ് കൽപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ രണ്ടും മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനല്ല നോക്കേണ്ടത്. ഓരോ മതത്തിനും അതിൻ്റേതായ വിശ്വാസങ്ങളുണ്ട്. അല്ലാതെ എല്ലാവർക്കും കയറി നിരങ്ങാൻ പറ്റുന്നതല്ല മതങ്ങൾ എന്ന് പറയുന്നത്. ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം, ആരെ വേണമെങ്കിലും പ്രാർത്ഥിക്കുന്നതിനൊന്നും യാതൊരുവിധ തടസ്സങ്ങളുമില്ല. പക്ഷേ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചോ, പക്ഷേ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. പിന്നെ എന്നും ചെന്ന് റീൽസ് എടുക്കുക. അത് കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നീ പോയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് മൊത്തം. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. നോർമലി അവിടെ ഭക്തജനങ്ങളായിട്ടുള്ളവർ പോകുന്നവരുടെ വീഡിയോ എടുപ്പ് അതെല്ലാം നിർത്തലാക്കിയില്ലേ? ആൾക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ എന്നാ പറയുന്നത്, ഇങ്ങനെ അപവാദങ്ങളിലൂടെ മുന്നേറുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അല്ലാതെ പടം വരയ്ക്കുക, കൃഷ്ണൻ്റെ പടം വരയ്ക്കുക, നിനക്ക് ഇഷ്ടമുള്ള പടങ്ങളൊക്കെ വരച്ച് നീ വയ്ക്കുക, ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും കയറി നിരങ്ങാനുള്ള ഒരു സ്ഥലമല്ല ഈ അമ്പലമെന്നും പള്ളിയെന്നും ഒക്കെ പറയുന്നത്. മുസ്ലിം പള്ളികളിൽ തന്നെ അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർ സ്ഥിരം കയറുക, അവിടെ ചെന്നിട്ട് വീഡിയോസ് പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അത് തന്നെയല്ല ഈ പ്രശ്നങ്ങളൊന്നുമല്ല, മെയിനായിട്ട് നീ ചെയ്തിരിക്കുന്ന കാര്യം മതങ്ങളെ തമ്മിലടുപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ, നിങ്ങളെ കുറ്റം പറയുകയല്ല ഞാൻ, എന്നോടൊന്നും തോന്നരുത്. ഇങ്ങനെ കാണുമ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല. ആരോടാണോ വൈരാഗ്യമുള്ളത് അവരുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് തീർക്കേണ്ടതിന് പകരം ഇങ്ങനെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുകയല്ല വേണ്ടത്. അതിൻ്റെ വിപത്തുകൾ എന്തോരമാണെന്നറിയാമോ? ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ ലോകത്തിൽ. ഇപ്പം കിട്ടേണ്ടത് കിട്ടിയില്ലേ, സമാധാനമായി. അത് നിനക്ക് സമാധാനമായി. പിന്നെ ഒത്തിരി പാവപ്പെട്ട കുറേ പേർക്ക് വലിയൊരു അടിയുമായി ആ കിട്ടിയത്.
ആ മതത്തിലുള്ള ആൾക്കാർക്ക് നീ ഒരു 8ന്റെ പണിയാ കൊടുത്തത് ശരിക്കും. അതുകൊണ്ട് എൻ്റെ ജസ്നെ, ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയെങ്കിലും നിർത്തുക. മാന്യം മര്യാദയൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ഇട്ട് അറിയാവുന്ന തൊഴിലൊക്കെ ചെയ്ത് മര്യാദയ്ക്കൊക്കെ ജീവിക്കാൻ നോക്കുക, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ.